പ്രവചന പുസ്തകം 55-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവർ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 55-ാം അധ്യായം വളരെ ആഴമേറിയ ശക്തമേറിയ വചനങ്ങളുടെ ഒരു കലവറയാണ്. യെശയ്യാവിന്റെ പ്രവചനം 55-ാമത്തെ അധ്യായം ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞ് ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ അധ്യായം ഒന്ന് വായിച്ചിരിക്കണം. അനവധിയായ സത്യങ്ങൾ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തെക്കുറിച്ച്, തൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒക്കെ വളരെ ആഴമേറിയ ചിന്തകൾ ആ അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പറയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ 6-7 വാക്യങ്ങളിൽ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ എന്ന് വെച്ചാൽ, യഹോവയെ കണ്ടെത്താവുന്ന സമയം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവസരമാണ്. ദൈവം തരുന്ന അവസരങ്ങളെ ഉപയോഗിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴികളെയും നീതികെട്ടവർ തങ്ങളുടെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളമായി ക്ഷമിക്കും. റെസ്റ്റോറേഷൻ അഥവാ പുനഃസ്ഥാപനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എവിടെയാണ് ഒരു റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഒരു പുനഃസ്ഥാപനം നടക്കുന്നത്? എപ്പോഴും പുനഃസ്ഥാപനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, റെസ്റ്റോറേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുതുതായി എന്തോ ഒന്ന് ചെയ്യുക എന്നുള്ളതല്ല. പൊളിഞ്ഞു പോയതിനെ, തകർന്നു പോയതിനെ വീണ്ടും പണിയുക അല്ലെങ്കിൽ വീണ്ടും അത് പുനഃസ്ഥാപിക്കുക എന്ന അർത്ഥമാണ് റെസ്റ്റോറേഷൻ എന്ന വാക്കിനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം, നാം ആയിരിക്കുന്ന രാജ്യം, നമ്മുടെ ദേശങ്ങൾ, നിങ്ങളുടെ ഓരോ കുടുംബങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, ഓരോ ഭവനങ്ങളിലും ഈ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകണം. പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ സന്നിധിയിലുള്ള ആ മടങ്ങിവരവിൽ, ആത്മാർത്ഥതയിൽ, എല്ലാ മേഖലകളിലും ഒരു റെസ്റ്റോറേഷൻ്റെ ആവശ്യകതയുണ്ട്. സാമ്പത്തിക മണ്ഡലത്തിലുണ്ട്, ആത്മീക മേഖലകളിലുണ്ട്, ആരോഗ്യ വിഷയങ്ങളിലുണ്ട്. എല്ലാ മേഖലകളിലും ഈ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഞാൻ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ പലതവണ പല അധ്യായങ്ങൾ, പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ അവിടെയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന, കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ, കുറവുകളെ ഏറ്റുപറഞ്ഞ്, വിടേണ്ടതിനെ വിട്ടുകളഞ്ഞ്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരിക, ദൈവസന്നിധിയിലേക്ക് വരിക, ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക, ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് വരിക, ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കുക. അവിടെയാണ് എപ്പോഴും പുനഃസ്ഥാപനങ്ങൾ നടക്കുന്നത്. പൊളിഞ്ഞുപോയ ആ മൺകലത്തെ, കുശവന്റെ കയ്യിലിരിക്കുന്ന ആ മൺകലത്തെ കുശവൻ വീണ്ടും പണിത് തനിക്കിഷ്ടമുള്ളതുപോലെ, തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർക്കുന്ന അവസ്ഥയാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. ജീവിതം തകർന്നു പോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിൻ്റെ, തിന്മകളുടെ കൊടുങ്കാറ്റുകളാൽ വലയപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് താങ്കളെങ്കിൽ, സഹോദരി നിങ്ങളെങ്കിൽ, ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നൊരു സത്യം ഞാൻ പ്രസ്താവിക്കുകയാണ്. ഏതു തകർന്ന വ്യക്തിയെയും പണിതുയർത്തുന്ന, റെസ്റ്റോർ ചെയ്യുന്ന ഒരു കരം ഇന്നും പ്രവർത്തിക്കുന്നു.
ഏത് പരാജിതനെയും വിജയത്തിലേക്ക് നയിക്കുവാൻ അവനെ പണിതുയർത്തുന്ന, അവന്റെ ഉളുക്കിപ്പോയ കാലുകൾക്ക് ബലം നൽകി ഓടുവാൻ അവനെ ഈ ട്രാക്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവകരം പ്രവർത്തിക്കുന്നു. എല്ലാം അവസാനിച്ചു തീർന്നു എന്ന് ചിന്തിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞു എന്ന് മനുഷ്യനും സാഹചര്യവും നിങ്ങളെ നോക്കി വിധി എഴുതിയ സാഹചര്യത്തിൽ അവിടെ നിന്നും പുതിയത് ചിലത് ആരംഭിക്കുന്ന ഒരു റെസ്റ്റോറേഷന്റെ കരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അത് ദൈവം പുനഃസ്ഥാപനത്തിന്റെ ദൈവമാണ് എന്നുള്ളത് പഠിക്കുവാൻ നമുക്കൊത്തിരി വിഷയങ്ങളിലേക്ക് പോകേണ്ടതായി വരും. ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുവാൻ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ മതി. പക്ഷേ ഈ ഓൾ ബൈബിൾ, ഈ വിശുദ്ധ ബൈബിളിൽ മുഴുവൻ ഇതിന്റെ പകുതി മുക്കാൽ ഭാഗത്തോളം ഞാൻ കാണുന്നത് പുനഃസ്ഥാപിച്ച, റെസ്റ്റോർ ചെയ്യുന്ന ദൈവത്തെയാണ്. എല്ലാ മേഖലയിലും തൻ്റെ ജനത്തെ, തൻ്റെ രാജ്യമായ ഇസ്രായേലിനെ, മനുഷ്യനെ, തകർന്ന വ്യക്തിയെ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ, ജീവിതത്തിൽ തകർന്നവരെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു മത്സ്യം പോലും കിട്ടാതെ നിരാശനായി നിൽക്കുന്ന പത്രോസിനെ, ജീവിതത്തിൽ തകർന്നു പോയ വ്യക്തിത്വങ്ങളെ, അങ്ങനെ അനവധിയായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ അവിടെ എല്ലാം കാണുന്നു പുനഃസ്ഥാപിക്കുന്ന സർവശക്തനായ ദൈവത്തെ. ഒരു വിഷയം ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വിഷയം മാത്രം കർത്താവിന്റെ ദാസൻ ഒന്ന് വായിക്കാൻ പോകണം. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ഒരു സംസ്ഥാനം, ഒരു സ്റ്റേറ്റ് തകർച്ചയിലായിരിക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നു, തകർന്നു പോയിരിക്കുന്നു. ആ സംസ്ഥാനത്തിന്റെ തകർച്ച നെഹമ്യാവ് എന്ന പ്രവാചകൻ തന്റെ കാതുകളിൽ കേൾക്കുന്നു. അതാണ് നെഹമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 2 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നാം കാണുന്നത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ഇതാ ഒരു സംസ്ഥാനം വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ആ സംസ്ഥാനം മഹാകഷ്ടത്തിലും അപമാനത്തിലും ആയിരിക്കുന്നു. ജെറുസലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. അതിന്റെ വാതിലുകൾ ശത്രുക്കൾ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. അതിന്റെ ജനാലകൾ തകർത്തിരിക്കുന്നു. അതെ, ദുഷ്ടൻ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ നഗരമായ, ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ ഒരു പ്രതിസന്ധിയുടെ കേൾവിയുടെ മുൻപിൽ ഒരു ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ, ഒരു ദൈവ പൈതൽ എടുത്ത ചുവടുവെപ്പുകളാണ് ആ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. ജീവിതത്തിൽ നാം ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും ഓരോ പ്രതിസന്ധികൾ കേൾക്കുന്നവരാണ്. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും ഇന്ന് തുടങ്ങിയതല്ല, ഇപ്പോൾ തുടങ്ങിയതല്ല. പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും എല്ലാ കാലത്തുമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെയുള്ള യാത്രയല്ല. ദുർഘടങ്ങൾ നിറഞ്ഞ വഴികളാണ്, വളവുകളും തിരിവുകളുമുള്ള വഴികളാണ്. ഈ റൂട്ടുകളിലൂടെ എല്ലാം ഡ്രൈവ് ചെയ്താൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. എല്ലാ കാലത്തും പ്രതിസന്ധികളുണ്ട്. ഈ ലോകത്തിലെ രാജ്യങ്ങളെ ഒരുപാട് മഹാമാരികൾ, വ്യാധികൾ, വൈറസുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ എല്ലാ കാലത്തും എല്ലാ നാളുകളിലും മഹാവ്യാധികൾ, മഹാമാരികൾ, പ്രളയങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉറപ്പായി പറയുന്നു, ഇതൊക്കെയും നമ്മുടെ ആത്മമണവാളനായ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ, സത്യമാണെങ്കിൽ, ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭങ്ങളാണെങ്കിൽ ഇത് കുറയുകയില്ല, ഇതിനിയും വർദ്ധിക്കും. ഇത് ബർത്ത് പെയിൻ ആണ്. ഒരു ബർത്ത് പെയിൻ ഉണ്ടാകുന്ന ഒരു സഹോദരിക്ക്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പോകുന്ന ഒരു സഹോദരിക്ക് പ്രസവ വേദന ഉണ്ടായാൽ ആ പ്രസവം കഴിയാതെ ആ വേദന കുറയുകയില്ല. ആ വ്യക്തി ജനിക്കപ്പെടാതെ ആ വേദന മാറുകയില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. വാഗ്ദത്തം ചെയ്ത ഒരുവൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു.
സ്തോത്രം. ഞാൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തെയും സഭയും ചേർക്കുവാൻ മടങ്ങി വരാൻ പോകുന്നു. അവൻ്റെ വരവെങ്കിൽ മാത്രമേ, ആ വരവോടുകൂടെ മാത്രമേ തൻ്റെ ജനവും തൻ്റെ സഭയും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും സ്തോത്രം നിത്യതയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുകയും. അവിടെ മാത്രമേ ഉള്ളൂ കണ്ണുനീരില്ലാത്തത്, അവിടെ മാത്രമേ ഉള്ളൂ പട്ടിണിയില്ലാത്തത്, അവിടെ മാത്രമേ ഉള്ളൂ ദുഃഖമില്ലാത്തത്, അവിടെ മാത്രമേ ഉള്ളൂ വൈറസുകളില്ലാത്തത്. വൈറസുകളില്ലാത്ത ഒറ്റ രാജ്യം അത് സ്വർഗമാണ്. പട്ടിണിയില്ലാത്തത് സ്വർഗത്തിലാണ്, കണ്ണുനീരില്ലാത്തത് സ്വർഗത്തിലാണ്, പ്രളയവും മഹാവ്യാധികളും ഇല്ലാത്തത് അവിടെ മാത്രമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവിടെയാണ് മനുഷ്യന്റെ കണ്ണുനീരുകൾ സ്വർഗം തുടയ്ക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഈ വചനഭാഗം കേൾക്കുമ്പോൾ ഒരു ചിന്തയകത്ത് വേണം. ഇതെല്ലാം എൻ്റെ ചുറ്റിലും നടക്കുമ്പോഴും എൻ്റെ ലക്ഷ്യം അവിടെ എത്തുക എന്നുള്ളതാണ്. എൻ്റെ ചിന്ത അവിടെ എത്തുക എന്നുള്ളതാണ്. എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും എൻ്റെ വാഞ്ചയും അവിടെ എത്തുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം അറുതി വരുത്തുന്ന ഒരേ ഒരു സ്ഥലം നിത്യത മാത്രമാണ്. അത് നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് ഈ സർവീസ് കാണുന്ന എൻ്റെ മാന്യപ്രേക്ഷകരോട് പറയട്ടെ, ഈ ഭൂമിയിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നിന്ദകളുടെയും കഷ്ടതകളുടെയും ഒക്കെ നടുവിൽ വലഞ്ഞ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസത്യാഗങ്ങൾ സംഭവിച്ച് സ്തോത്രം അവിശ്വാസികളുടെ പട്ടികയിൽ എണ്ണപ്പെട്ടു പോകാതെ ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് എത്തണം, അവനുമായിട്ട് എനിക്ക് ചേർന്നിരിക്കണമെന്ന ബോധ്യത്തിൽ ആഗ്രഹത്തിൽ മുന്നേറുന്ന ഒരു ദൈവ പൈതലെ, ഏതു തിരമാലകളെയും നീ ജയിച്ചിരിക്കും, ഏത് പ്രതിസന്ധികളെ നീ ജയിച്ചിരിക്കും. നിന്റെ കാതിൽ കേൾക്കുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും അല്ല, അത് നിന്നെ മൂടുകയല്ല, പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടക്കാനുള്ള കരുത്ത് നിന്റെ കാലുകൾക്ക് ദൈവം പകരും. ഇവിടെ നെഹമ്യാവ് എന്ന മനുഷ്യൻ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കേൾക്കുന്നു. ജെറുസലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, അതിൻ്റെ വാതിലുകളെല്ലാം തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംസ്ഥാനം മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഇവിടെ എന്താണ് അടുത്ത മൂമെന്റിൽ നെഹമ്യ ചെയ്തത്? 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വർത്തമാനം ഞാൻ കേട്ടപ്പോൾ. പുള്ളി കണ്ടില്ല, പുള്ളി ആ പ്രശ്നസ്ഥലത്ത് പുള്ളി പോയില്ല, അല്ലെങ്കിൽ അത് കണ്ടില്ല. അതിനെക്കുറിച്ചുള്ള വർത്തമാനം ന്യൂസ് കേൾക്കുകയാണ്. ഇപ്പൊ 24 മണിക്കൂർ ന്യൂസ് കേൾപ്പല്ലേ പലരുടെയും പരിപാടി. ന്യൂസ് കേൾക്കുകയാണ്, ഈ വർത്തമാനം കേൾക്കുകയാണ്. ഈ വർത്തമാനം കേട്ട ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ദാസന്മാരെയും അറിഞ്ഞ തിരുവെഴുത്തിനെയും പുച്ഛത്തോടെ പുറകിലേക്ക് തള്ളി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി ഇതിനകത്തങ്ങ് ഞാനില്ല എന്ന് പറഞ്ഞു പോവുകയല്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെല്ലാം പ്രതിസന്ധികൾ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും രാജ്യത്തിലും സംസ്ഥാനത്തിലും നടന്നാലും ഇതൊരു ഉദാഹരണമാണ് ഞാനും നിങ്ങളും അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. നെഹമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നിങ്ങളോടുള്ള സന്ദേശമാണ്. ഒരു രാജ്യമോ ഒരു സംസ്ഥാനമോ ഒരു കുടുംബമോ ഏതെങ്കിലും പ്രതിസന്ധികളോ ജീവിതത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് കേൾക്കുമ്പോൾ, വർത്തമാനം കേൾക്കുമ്പോൾ എന്നാ ചെയ്യേണ്ടി എന്നുള്ളത് ഈ 4-ാം വാക്യത്തിലുണ്ട്. ഓടി വരിക ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യഹോവയാകുന്ന ദൈവം എൻ്റെ ഗോപുരമാകുന്നു, എൻ്റെ കഷ്ട ദിവസത്തിൽ നീതിമാൻ ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കുന്നു. ഈ ഗോപുരത്തിനകത്തേക്ക് നീതിമാനായ ഒരു ദൈവ പൈതലിന് ഒരു അഭയസ്ഥാനമുണ്ട്, ഒരു സുരക്ഷിത മേഖലയുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുവാനല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. ഒരു സുരക്ഷിത സ്ഥാനത്തിരുന്നു കൊണ്ട് ആത്മാവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. നെഹമ്യാവ് ദൈവസന്നിധിയിൽ ചെന്നിരുന്നു കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? എന്നെ അനുഗ്രഹിക്കണേ,
എൻ്റെ പിള്ളേരെ അനുഗ്രഹിക്കണേ, പുതിയ വഴി തുറക്കണേ, അതിനാണോ? അല്ല. ദൈവമേ, നിന്റെ നാമം ദുഷിക്കപ്പെടുന്ന ഈ സാഹചര്യങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. രണ്ടാമതായി, ദൈവമേ, നിന്റെ പട്ടണമാകുന്ന, നിന്റെ മഹത്വം വെളിപ്പെടുന്ന ദേശമാകുന്ന ഈ ജെറുസലേമിന്റെ പൊളിഞ്ഞു കിടക്കുന്ന മതിൽ പണിയപ്പെടണം. ദുഷ്ടന്റെ പോക്കുവരവുകൾ അവസാനിപ്പിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ദേശത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉറപ്പായും പറയുന്നു, റെസ്റ്റോറേഷന്റെ, പുനർസ്ഥാപനത്തിന്റെ പ്രാരംഭ നടപടിയാണ് പ്രാർത്ഥന. എവിടെ ഒരു റെസ്റ്റോറേഷനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, എവിടെ ഒരു പുനർസ്ഥാപനം ഉണ്ടാകുവാൻ നിങ്ങൾ വാഞ്ചിക്കുന്നുവോ, അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ദൈവസന്നിധിയിൽ വരിക, മുഴങ്കാൽ മടക്കുക, ഉപവസിക്കാൻ തുടങ്ങുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പണിയപ്പെടാൻ കഴിയാത്ത, പൊളിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന സമസ്ത വിഷയങ്ങളെയും സകല വിഷയങ്ങളെയും പണിതുയർത്തുന്ന ഒരു പ്രാർത്ഥനാമുറി നിങ്ങൾക്കുണ്ടാകണം. സ്വർഗത്തിലെ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നെഹമ്യാവ് പറഞ്ഞത് എന്തെന്നാൽ, 5-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, മതില് പൊളിച്ചവരെയോ തകർത്തവരെയോ പ്രതിസന്ധിയിലിട്ടവരെയോ ഒന്നും ഞാൻ വലുതായി കാണുന്നില്ല. ഞാൻ വലുതായി കാണുന്നത് സകലത്തെയും പുനഃസ്ഥാപിക്കുന്ന അങ്ങയാണ്. കടഭാരത്തെ അല്ല വലുതായി കാണേണ്ടത്, രോഗത്തെ അല്ല വലുതായി കാണേണ്ടത്, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ അല്ല വലുതായി കാണേണ്ടത്. ഇതിൻ്റെയൊക്കെ നടുവിൽ, ഇതിൻ്റെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം നിലനിൽക്കും, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. നെഹമ്യാ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വരികയാണ്. ഒന്ന്, ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നെഹമ്യാവിന് കിട്ടി. സംസ്ഥാനത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടടുത്ത് ശത്രുവിൻ്റെ പോക്കുവരവുകളെക്കുറിച്ച്, ഇതൊക്കെ താൻ കേട്ടപ്പോൾ, നമ്പർ 1, ഒരു ഇൻഫർമേഷനിൽ നിന്ന് നെഹമ്യാവ് കയറിപ്പോയത് ഒരു ഇൻട്രസെഷനിലേക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്കാണ്. എപ്പോഴും ഈ ഒരു ചിന്ത എൻ്റെ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ അകത്തുണ്ടാകണം. ഏതൊരു കേൾവി എൻ്റെ കാതിൽ കേട്ടാലും, അത് നന്മയാകാം തിന്മയാകാം, അത് പ്രതിസന്ധിയാകാം തകർച്ചയാകാം, അത് ഹൃദയത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതാകാം. ആ സാഹചര്യത്തിന് നടുവിൽ ഭക്ഷണം പോലും കഴിക്കാതെ അമ്മയോട് പിണങ്ങി, അപ്പനോട് പിണങ്ങി, എല്ലാവരോടും പിണങ്ങി, ബാസോടും പിണങ്ങി പോയി കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്. ഏതൊരു തിന്മയുടെ കേൾവിയുടെ നടുവിലും, ഏതൊരു പ്രതിസന്ധിയുടെ പ്രതികൂലത്തിൻ്റെ നടുവിലും നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിലെടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ദൈവമായിട്ട് പങ്കുവെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കണം. ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ ലൈഫാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിന് തുല്യമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ, വലിയ ഷോക്കിംഗ് ന്യൂസുകൾ കാതിൽ കേട്ടപ്പോൾ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ, അതെല്ലാം പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ ചൂടുള്ള കണ്ണുനീർ ഒഴുക്കി തമ്പുരാന്റെ പാദത്തിൽ വീണ് ആ വിഷയങ്ങളുടെ നടുവിൽ ബലപ്പെട്ടവരും, ആ വിഷയങ്ങളെ ഓവർകം ചെയ്തവരും, പുറത്തു വന്നവരും, പിന്നീട് ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വിഷയത്തിൽ കണ്ടവരും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറഞ്ഞേ, അല്ലെങ്കിൽ അതിനകത്തൊന്ന് ടൈപ്പ് ചെയ്തൊരു ആമീൻ അയച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യാ ഇന്റർസീഡ് ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ നെഹമ്യാ ഇരിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ അകത്ത് ഒരു വലിയ പാഷൻ ഉണ്ടായി. എന്താണ് ആ പാഷൻ എന്നറിയാമോ? ഈ മതിൽ പണിയണം, ഈ വാതിലുകൾ പണിയണം, ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കണം. ആ പാഷൻ
അകത്തങ്ങനെ ആ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ കത്താൻ തുടങ്ങി. ആ പാഷൻ അകത്ത് നിൽക്കുന്ന നെഹമ്യാവിൻ്റെ അകത്തൊരു വിഷൻ ഉണ്ടായി. ആ വിഷൻ, ഈ മതിൽ എങ്ങനെ പണിയണം, ഇത് ഏത് നിലയിൽ പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെ ചുവട് വെച്ചാൽ ഇത് സാധ്യമായി തീരും എന്നൊരു വിഷൻ ഉണ്ടായി. ആ വിഷനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു മിഷൻ ഉണ്ട്. ഒരു മിഷൻ വർക്കുണ്ട്. ആ മിഷൻ വർക്ക് ഫുൾഫിൽ ചെയ്യുവാൻ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ അവിടെ ഇവിടെയായി ചിതറിപ്പാർത്ത ദൈവത്തിന്റെ ജനത്തോട് തൻ്റെ അകത്ത് ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ലഭിച്ചതായ ആ പാഷനും ആ പാഷനകത്തുനിന്ന് വന്ന വിഷനും ആ വിഷനകത്തൊരു മിഷൻ ഉണ്ടെന്നുള്ള സത്യവും അവരോട് അറിയിച്ചു, അവരോട് വ്യക്തമാക്കി. ആ സന്ദർഭത്തിൽ നെഹമ്യാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. എന്നാൽ ഹോരോന്യനായ സൻബലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശ്യമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഈ 19-ാം വാക്യത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, ഉപവസിച്ച, ഒരു വലിയ പാഷനോടുകൂടെ ഒരു വിഷൻ ലഭിച്ച, ആ വിഷനകത്തൊരു മിഷൻ വർക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചുവടുകൾ വെച്ച ആ വ്യക്തിയെയും ആ വ്യക്തിയോടൊപ്പം നിൽക്കുന്നവരെയും നിരുത്സാഹപ്പെടുത്തുവാൻ, ഡിസ്കറേജ് ചെയ്യുവാൻ ചില വ്യക്തികൾ അവിടെ എഴുന്നേറ്റു. എല്ലാ കാലത്തും ഇതുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളെ, നിങ്ങളുടെ കാൽവെപ്പുകളെ, നിങ്ങളുടെ ഉയർച്ചകളെ, നിങ്ങളുടെ നന്മകളെ കണ്ട് അസൂയ പൂണ്ട് അസ്വസ്ഥരായ ചില സൻബലത്തുമാർ, ചില അമോന്യദാസന്മാരായ തോബിയാവുമാർ, ഹല്ലേലൂയ, ചില അരാബ്യന്മാരായ ശേമുമാർ ഇത് കേട്ടിട്ട് അസ്വസ്ഥരാകാറുണ്ട്. അവരസ്വസ്ഥരായിട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പരിപാടി പരിഹസിക്കുക എന്നുള്ളതാണ്, നിന്ദിക്കുക എന്നുള്ളതാണ്. കുറെ പരിഹസിക്കുമ്പോൾ, കുറെ നിന്ദിക്കുമ്പം ഇവനങ്ങ് ഒതുങ്ങുമല്ലോ. കുറെ പരിഹസിക്കുമ്പം, കുറെ നിന്ദിക്കുമ്പം ഇവന്റെ ദർശനം അങ്ങ് പോകുമല്ലോ. കുറെ നിന്ദിക്കുമ്പോൾ, കുറെ പരിഹസിക്കുമ്പോൾ ഇവനങ്ങ് ഇട്ടിട്ട് പോകുമല്ലോ എന്നാണ് നെഹമ്യാവിനെ കുറിച്ച് കരുതിയത്. പക്ഷെ 20-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ഒരു സൻബല്ലത്തിനും ഒരു തോബിയാവിനും നിൽക്കാൻ കഴിയാത്തൊരു വാക്കാണ് നെഹമ്യാവ് പറഞ്ഞത്. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. ഏത് പരിഹാസത്തിന്റെ നടുവിലും, ഏത് നിന്ദയുടെ നടുവിലും, ഏത് തകർച്ചയുടെ നടുവിലും, അയ്യോ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയി, ഞാൻ അങ്ങ് തകർന്നു പോയി, എനിക്കിനി ഒരു ലൈഫില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിന്റെ നടുവിലും ആധരം തുറന്ന്, വാ തുറന്ന്, പരിഹാസിയുടെ മുമ്പിൽ തല കുരിച്ചല്ല, തല ഉയർത്തി നിന്നുകൊണ്ട് വിളിച്ചു പറ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതെ, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് ആമീൻ ലോകത്തിലെ മനുഷ്യരല്ല, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് വ്യക്തികളും സംഘടനകളുമല്ല, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ദർശനം നൽകിയ ദൈവമാണ്, ഞങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ നൽകിയ ദൈവമാണ്, ഞങ്ങളെ അഭിഷേകം ചെയ്ത ദൈവമാണ്, ഞങ്ങളെ ഇവിടം വരെ നടത്തിയ കർത്താവാണ്. ഇവിടം വരെ നടത്തിയ ദൈവത്തെ കുറിച്ചൊരു ബോധ്യം ഉള്ളത്തിലുണ്ടെങ്കിൽ, എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്റെ കർത്താവാണെന്ന് പറയാൻ അകത്ത് ധൈര്യമുണ്ടെങ്കിൽ, വീണ്ടും കേട്ടോ, ആ കർത്താവ് ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു റിസ്റ്റോറേഷൻ വെളിപ്പെടരുത്. എപ്പോഴും ശത്രുവിന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? പൊളിഞ്ഞു കിടക്കുന്നത് പൊളിഞ്ഞു തന്നെ കിടക്കണം, തകർന്നു കിടക്കുന്നത് തകർന്നു തന്നെ കിടക്കണം. ഇതാണ് പിശാചിന്റെ ആഗ്രഹം. ഇത് നിങ്ങൾ മറന്നു പോകല്ലേ. കള്ളു കുടിച്ച് നടക്കുന്നവൻ ഇനിയും കള്ളു കുടിച്ച് തന്നെ നടക്കണം. അതാണ് പിശാചിന്റെ, ശത്രുവിന്റെ ആഗ്രഹം. മാനസികമായി തകർന്നവൻ, സമനില തെറ്റിയവൻ അങ്ങനെ തന്നെ പോകണം. അതാണ് ശത്രുവിന്റെ ആഗ്രഹം. പരാജയപ്പെട്ട് കിടക്കുന്നവൻ അങ്ങനെ തന്നെ പോകണം. അതാണ് ശത്രുവിന്റെ ആഗ്രഹം. പക്ഷേ യേശുവിന്റെ ആഗ്രഹം അതല്ല, ദൈവത്തിന്റെ ആഗ്രഹം അതല്ല. അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമായി സാത്താൻ വന്നെങ്കിൽ, യേശു കർത്താവ് പറയുന്നു, ഞാൻ വന്നതോ നിനക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു പുനർസ്ഥാപനം ഉണ്ടാകുന്നത്? അതിൻ്റെ ഒന്നാമത്തെ ചുവടുവെപ്പുകൾ എന്താണ്?
പൊളിഞ്ഞു കിടക്കുന്നത് എങ്ങനെ റെസ്റ്റോർ ചെയ്യപ്പെടും? തകർന്നു കിടക്കുന്നത് എങ്ങനെ റെസ്റ്റോർ ചെയ്യപ്പെടും? ദൈവസന്നിധിയിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ. നോ അതർ വേ, നോ അതർ സൊല്യൂഷൻ. അന്വേഷിക്കണ്ട, കിട്ടില്ല. ഇനി എത്ര ശക്തന്മാരാണെങ്കിലും, ഇനി എന്നൊക്കെ ആണെങ്കിലും, ലോകം അങ്ങനല്ലേ, എത്ര കഴിവുള്ള, എത്ര ശക്തമായി ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണെങ്കിൽ ഒടുവിൽ പറയും, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. കാരണം ദൈവസന്നിധിയിൽ റെസ്റ്റോർ ചെയ്യപ്പെടാത്തതൊന്നുമില്ല, ദൈവസന്നിധിയിൽ പണിയപ്പെടാത്തതൊന്നുമില്ല, ദൈവസന്നിധിയിൽ രൂപാന്തരം പ്രാപിക്കാത്തത് ഒന്നുമില്ല. ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ വരികയാണ്. അതിന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരണം. 5-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും സകലതും തകർന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ തകർന്ന് നിൽക്കുന്ന, പൊളിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. പത്രോസ്. ആ ഭാഗങ്ങളൊന്ന് വായിച്ചേ, 1 മുതൽ. ലൂക്കോസ് 5. അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയായി 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എങ്കിലും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങളുടെ അധ്വാനമെല്ലാം നിഷ്ഫലമായി പോയി. വാസ്തവത്തിൽ മനസ്സ് തകർന്ന് നിരാശപ്പെട്ട് വല കഴുകുന്ന ഒരു പീറ്ററിനെ, ഒരു ഷിമോനെ, ഒരു സൈമണെയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അവൻ പറയുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾ തകർന്നു നിൽക്കുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവിടെയാണ് റെസ്റ്റോറേഷൻ വെളിപ്പെടുന്നത്. ഒന്ന്, പ്രാർത്ഥനയിൽ, ദൈവസാന്നിധ്യത്തിലും പ്രാർത്ഥനയിലും പുനർസ്ഥാപനങ്ങൾ സംഭവിക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നത് പണിയപ്പെടുന്നു. രണ്ടാമതായി, ദൈവവാക്ക്, the word of God, ദൈവവാക്കിന്റെ മുൻപിൽ, ദൈവവചനത്തിന്റെ മുൻപിൽ, ആ വാക്കിനോട്, വചനത്തോട് കാണിക്കുന്ന അനുസരണത്തിന്റെ മുൻപിൽ പണിയപ്പെടുന്നു, നിറയപ്പെടുന്നു, ഒഴിഞ്ഞത്, ശൂന്യമായത് ഫുള്ളാകുന്നു. ഹല്ലേലൂയ. നിരാശപ്പെട്ട് നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നു, നിന്റെ വല നീ ആഴത്തിലേക്ക് വീശുക. സ്തോത്രം. നാഥ, എൻ്റെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കുകയാണ്, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എൻ്റെ അധ്വാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോകുന്നവരുണ്ട്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു, രക്ഷപ്പെടുവാൻ, നന്മയുണ്ടാകാൻ, സ്വസ്ഥതയുണ്ടാകാൻ, ഈ സാഹചര്യത്തിനൊരു വ്യത്യാസം ഉണ്ടാകാൻ, എൻ്റെ ഭാവി ഒരു നന്മയിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഞാൻ പലതും ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഒന്നും ഫലകരമാകുന്നില്ല, ഫലവത്താകുന്നില്ല. എല്ലാത്തിലും പ്രതിസന്ധികൾ മാത്രം ബാക്കി നിൽക്കുന്നു, ശൂന്യതകൾ മാത്രം ബാക്കി നിൽക്കുന്നു, തകർച്ചകൾ മാത്രം ബാക്കി നിൽക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ പൊടുന്നനവേ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്നാണെന്നറിയാമോ? നിന്റെ വാക്കിന്, യുവർ വേർഡ്, the word of God will restore your life, the word of God will change your life. Hallelujah. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പുനഃസ്ഥാപനത്തെ കൊണ്ടുവരുന്നു. ഒന്നാമത് നെഹമ്യാവിന്റെ വിഷയത്തിൽ ഞാൻ കാണിച്ചു തന്നത്, പ്രാർത്ഥന പണിയുവാനായി ദർശനം നൽകുന്നു, പുനഃസ്ഥാപിക്കുവാനായി നിയോഗിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനം നഷ്ടപ്പെട്ടു പോകുന്ന, ശൂന്യമായി നിൽക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിങ്ങളെ നിറവിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. എവിടെങ്കിലും ഒരു എംപ്റ്റിനെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വായിക്ക്, തിരുവെഴുത്ത് വായിക്ക്, വചനം വായിക്ക്, അത് വിശ്വസിക്ക്.
എന്നിട്ടത് വാ കൊണ്ട് എന്നിട്ടത് വിളിച്ചു പറയുന്നത് എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. നീ ഒരു പരാജയമാണ്, നീ ഒരു തകർന്ന വ്യക്തിയാണ്, സ്തോത്രം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുടെ വ്യക്തികളുടെ നടുവിൽ വാ തുറന്ന് പറയുക, ഞാൻ ഒരു നനവുള്ള തോട്ടമായിരിക്കും, ഞാനൊരു നീരൊഴുക്കുള്ള തോട്ടമായിരിക്കും, സ്തോത്രം ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ മാനിച്ചിരിക്കുമെന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് പറയുവാൻ നമുക്ക് കഴിയണം. വചനം എപ്പോഴും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ വെറും നമ്മുടെ വാക്കുകളാണ്. നാം പറയുന്ന വാക്കുകൾ നമ്മുടേത് മാത്രമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നതിന്റെ ഉടമസ്ഥാവകാശം ഒരു മനുഷ്യനുമുള്ളതല്ല, അത് പറഞ്ഞവനാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഞാനൊരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കേണ്ടത് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇരമ്യാവിനോട് ദൈവം പറഞ്ഞത്, ഇരമ്യാവെ നീ എന്ത് കാണുന്നു? ഇരമ്യാവ് പറഞ്ഞു, ഞാൻ ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. ദൈവം പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെയാണ്, എൻ്റെ വചനങ്ങളെ നിവർത്തിക്കേണ്ടതിന് ഞാൻ അതിൻ്റെ പിറകിൽ ജാഗരിച്ചു കൊള്ളും. അപ്പോൾ നിന്നെ ആ കാഴ്ച കാണിച്ചത് ഞാനാണെങ്കിൽ, എൻ്റെ വചനമാണ് നിന്നോട് അറിയിച്ചതെങ്കിൽ, ആ വചനങ്ങളെ നിവർത്തിക്കേണ്ടത് എൻ്റെ ദൗത്യമാണ്, നിന്റെ ദൗത്യമല്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അത് നിവർത്തിക്കപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പൈതലേ, നാം കാണുന്ന ഈ സമൂഹത്തിലെ അനവധിയായ വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിതത്തിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. എത്രയോ മദ്യപാനികൾ മദ്യപാന സ്വഭാവത്തെ ഉപേക്ഷിച്ചത് തിരുവചന കേൾവിയുടെ മുൻപിലാണ്. എത്രയോ കുടുംബജീവിതം തകർന്ന വ്യക്തിത്വങ്ങൾ ആ തകർന്ന അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വന്നതും ദൈവവചന സത്യത്തിൻ്റെ മുൻപിലാണ്. എപ്പോഴും മനസ്സിലാക്കുക, ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കാതെ, ദൈവവചനത്തിന് വില കൽപ്പിക്കാതെ, ദൈവവചനം ഏറ്റെടുക്കാതെ, ജീവിതത്തിൽ എന്തെങ്കിലും ബാഹ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട്, പുറമേ ഉള്ള ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിനകത്ത് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു ലോങ് റണ്ണിങ് ഉണ്ടാകത്തില്ല. ദീർഘദൂരം കർത്താവിൻ്റെ രാജ്യത്തിൽ ഓടാൻ കഴിയത്തില്ല. എന്നാൽ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനായി തീരുന്നത് ദൈവവചനത്താൽ ജീവിതത്തെ പണിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസ്, അവൻ്റെ വല നിറഞ്ഞത്, അവൻ്റെ വള്ളം നിറഞ്ഞത്, അവൻ്റെ കൂട്ടുകാരെ പോലും മാടി വിളിച്ച് അവന് ലഭിച്ച ആ നന്മകൾ അവൻ പങ്കുവെച്ചത്, പിന്നത്തേതിൽ ലഭിക്കപ്പെട്ട ഭൗതിക നന്മകളെക്കാൾ വലുതാണ് സ്തോത്രം എൻ്റെ അരികിൽ നിൽക്കുന്ന, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമെന്ന്, യേശുവെന്ന് തിരിച്ചറിഞ്ഞ് അവൻ കർത്താവിനെ അനുഗമിക്കുവാനൊക്കെ ആരംഭിച്ചതിൻ്റെ എല്ലാറ്റിൻ്റെയും പ്രധാന കാരണം ആ വാക്കിന് വലയിറക്കിയതാണ്, ആ വാക്കനുസരിച്ചതാണ്. കാരണം യേശു കർത്താവ് യഹൂദനായിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ഒരു തച്ചന്റെ കുടുംബത്തിലാണ് ജനിച്ചത്, ദൈവപുത്രനായ യേശു കർത്താവ്. പത്രോസ് മീൻപിടുത്തക്കാരനാണ്. രണ്ട് ഡിപ്പാർട്ട്മെന്റാണ്. മത്സ്യം പിടിക്കുവാൻ പോകുന്ന വിഭാഗം, അവർക്ക് കടലിന്റെ തിരകൾ, ഓളങ്ങൾ, കാറ്റുകൾ അവർക്ക് വളരെ വ്യക്തമായി അറിയാം. ഏത് നിലയിലുള്ള തിരയടിച്ചാൽ പ്രശ്നമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ലെന്ന് തിരയുടെ വരവ് കണ്ട് മനസ്സിലാക്കിയ പത്രോസ് വിളിച്ചു പറഞ്ഞത്, ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. അവർക്കറിയാമായിരുന്നു അത് നശിപ്പിക്കുന്ന തിരയാണെന്ന്, അത് തകർത്ത് കളയാൻ നിൽക്കുന്ന സാധനമാണെന്ന്. കാരണം ഓളങ്ങളെയും തിരകളെയും കടലിനെയും വ്യക്തമായി ബാല്യപ്രായം മുതൽ അറിയുന്നവരാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർ. എന്നാൽ യേശു ആ ഡിപ്പാർട്ട്മെന്റിലല്ല മാനുഷികമായി നോക്കുമ്പോൾ വളർന്നു വന്നത്. ഒരു ആശാരി കുടുംബത്തിലാണ്, ഒരു തച്ചന്റെ ഭവനത്തിലാണ് യേശു കർത്താവ് വളർത്തപ്പെട്ടത്. പത്രോസിന് വേണമെങ്കിൽ മുഖത്ത് നോക്കി ചോദിക്കായിരുന്നു, കടലിന്റെ പൾസ് നിനക്കറിയില്ല, തടിയുടെ പൾസേ നിനക്കറിയൂ, കടലിന്റെ പൾസ് എനിക്കേ അറിയൂ, ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്റെ കാര്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞെങ്കിൽ അവിടം കൊണ്ട് അവസാനിക്കുന്നു പത്രോസിന്റെ ചരിത്രം. പക്ഷേ യേശു കർത്താവ് അവനോടൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ തർക്കിക്കാൻ നിൽക്കാതെ, സിദ്ധാന്തങ്ങളൊന്നും ഉപയോഗിക്കാതെ, ആ വാക്കിന്റെ മുമ്പിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ തല കൊണ്ട് വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. പലരും ദൈവത്തെ വിശ്വസിക്കുന്നത് തല കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്.
ദൈവത്തെ തല കൊണ്ടല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടുമാണ് വിശ്വസിക്കേണ്ടത്. ബുദ്ധി കൊണ്ട് വിശ്വസിക്കാതെ, തല കൊണ്ട് വിശ്വസിക്കാതെ, ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് അവന്റെ വാക്കുകളെ വിശ്വസിച്ച പത്രോസ് വലയിറക്കി അത്ഭുതകരമായി, അതിശയകരമായി അവന്റെ വല നിറഞ്ഞു. അതെ, ഒഴിഞ്ഞ വല നേരത്തെ ഇറക്കി കിട്ടാതെ കൊണ്ടുവന്ന് ആ വല വീണ്ടും റിസ്റ്റോർഡായി, പുനഃസ്ഥാപിക്കപ്പെട്ടു. അവന്റെ മത്സ്യബന്ധനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തിന് വഴിത്തിരിവുകൾ ഉണ്ടായി. ഒന്ന്, പുനഃസ്ഥാപനം നടക്കുന്നത് പ്രാർത്ഥനയിൽ. രണ്ടാമത്, പുനഃസ്ഥാപനം നടക്കുന്നത് ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ, എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ മുൻപിൽ. ഹല്ലേലൂയ. എപ്പോഴും ഓർക്കണം, നമ്മളിന്ന് വായിച്ച യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലെ 55-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്: ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. യഹോവയിലേക്ക് തിരിയട്ടെ. ആ യഹോവയിലേക്കുള്ള എന്താ പറയാ, കമാൻഡ്, ലെറ്റ് us return to the Lord. ദൈവത്തിലേക്കുള്ള യൂട്ടേൺ എടുപ്പുണ്ടല്ലോ, ആ തിരിച്ചു വരുന്ന ഒരു സംഭവം, അതാണ് യഥാർത്ഥത്തിൽ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. പലരുടെയും ജീവിതം പണിയപ്പെടാത്തതിന്റെ കാരണം ഇതുവരെ അവർ മടങ്ങി വന്നിട്ടില്ല, ഇതുവരെ അവർ തിരികെ വന്നിട്ടില്ല. യേശു കർത്താവ് മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പ്രസ്താവിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ്. അപ്പം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നാശത്തിൽ നിന്ന് തെറ്റി ഒഴിയണമെങ്കിൽ, ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ റിപ്പന്റഡ് ആകുക, മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ വിഷയത്തെക്കുറിച്ച് വളരെ ആഴമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. താൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. താൻ ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ തോന്നുന്നു, ഞാൻ പോകുന്ന ഈ റൂട്ട് ശരിയല്ല, ഞാൻ പോകുന്ന ഈ റൂട്ടിലൂടെ ഇനിയും ഞാൻ ഓടിച്ചു പോയാൽ എൻ്റെ സമയവും പോവും, ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തില്ല, അപകടകരമായ ഒരു വഴിയിലൂടെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് സ്വയബോധമുണ്ടായി, ചിന്തയുണ്ടായി. പെട്ടെന്ന് വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് യു ടേൺ എടുത്ത് തിരിക്കുന്ന ആ ഒരു തിരിച്ചുപോക്കിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പോകുന്ന വഴി ശരിയല്ല, ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റ് അല്ല, ഈ റൂട്ടിൽ ഞാൻ പോയാൽ, ഈ മദ്യപാനത്തിൽ, ഈ പാപത്തിൽ, ഈ തെറ്റായ ബന്ധത്തിൽ, ഈ കാര്യങ്ങളിൽ ഞാൻ തുടർന്നാൽ എൻ്റെ ജീവിതം തകർന്നു പോകും, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകും, ഇനി ഞാൻ മുൻപോട്ട് പോകുന്നത് നല്ലതല്ല, അങ്ങനെ പോയാൽ ഇനി എനിക്കൊരു ലൈഫ് ഉണ്ടാകത്തില്ല, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്, എനിക്കൊരു നല്ല ജീവിതം നയിക്കാൻ കഴിയും, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിരിക്കാൻ കഴിയും, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന് നല്ലൊരു ഭാര്യയായിരിക്കാൻ കഴിയും, മാതാപിതാക്കളുണ്ടെങ്കിൽ നല്ലൊരു മകനായിരിക്കുവാൻ, നല്ലൊരു മകളായിരിക്കാൻ കഴിയും, സമൂഹത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിരിക്കാൻ കഴിയും, എനിക്കൊരു നല്ല ലൈഫുണ്ട് എന്ന ചിന്തയോടെ ഞാൻ ആ വണ്ടി തിരിച്ച് ആ നന്മയുടെ റൂട്ടിലേക്ക് ടേൺ എടുക്കുന്ന യു ടേണിനാണ് ശരിക്കും റിപ്പൻഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും നമ്പർ 1 ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക, ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയുക. പലരും തിരിയുന്നുണ്ട്, പക്ഷെ സാധനം കളയുന്നില്ല. തിരിയുന്നതിന് മുൻപ്, യഹോവയിലേക്ക് തിരിയുന്നതിന് മുൻപ് ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചിട്ടാണ് തിരിയേണ്ടത്. പലരുടെയും ലൈഫിൽ സ്തോത്രം ഇങ്ങനെ ഒരു സംഭവം പലപ്പോഴും നടക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക, വിടേണ്ടതിനെ വിട്ടുകളയുക. ഞാൻ പലപ്പോഴും സഭായോഗത്തിലും ബൈബിൾ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു പള്ളിയിൽ, ഒരു ഇടവകയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വാചകങ്ങൾക്കകത്തൊരു വാക്കുൾപ്പെടുത്തും. അതിങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മാറാലകളെയും, മാറാല എന്ന് പറഞ്ഞാൽ ചിലന്തി വല, ചിലന്തി കെട്ടുന്ന ആ ചിലന്തി വല, എൻ്റെ ജീവിതത്തിലെ എല്ലാ മാറാലകളെയും അവിടുത്തെ ചൂലുകൊണ്ട് അടിച്ചു നീക്കി എന്നെ വിടുവിക്കണമേ. എല്ലാ പ്രാർത്ഥനകളിലും അമ്മച്ചി വാക്കുൾപ്പെടുത്തും. അമ്മച്ചിയുടെ പിന്നാമ്പുറ ചരിത്രങ്ങളൊക്കെ പറയാൻ നല്ലതല്ല, മരുമകൾക്ക് പറയാനൊരു സാക്ഷിയില്ല, കുടുംബക്കാർക്ക് പറയാൻ സാക്ഷിയില്ല. പക്ഷെ അമ്മച്ചി എല്ലാ ഞായറാഴ്ചയും ഈ പ്രാർത്ഥന
ഉറക്കെ പ്രാർത്ഥിക്കും പള്ളിയിലിരുന്ന്. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ആ ഇടവകയിൽ ഒരു അച്ഛൻ പുതുതായിട്ട് ചാർജ് എടുത്തു, ഒരു ചെറുപ്പക്കാരനായ നല്ലൊരു അച്ഛൻ. ആ അച്ഛൻ ആദ്യത്തെ 3 ആഴ്ചകളിൽ കുർബാനകളുടെയൊക്കെ നടുവിൽ പ്രാർത്ഥനകളുടെ മധ്യയിൽ ഈ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. ഒരു ദിവസം ഒരു ഞായറാഴ്ച അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ന് ഈ ഇടവകയിൽ ഉറക്കെ പ്രാർത്ഥിക്കാം. എന്തിനേറെ പറയണം, ആ അമ്മച്ചിയാണ് ചാടി എഴുന്നേറ്റത്. ചാടി എഴുന്നേറ്റ് അന്നത്തെ ആരാധനയുടെ നടുവിൽ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഇതുവരെ കുറച്ച് ആൾക്കാർക്ക് കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്ക് ഉറക്കെ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മാറാലകളെയും അവിടുത്തെ ചൂലുകൊണ്ട് അടിച്ചു നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ തൊട്ടു മുൻപിൽ ഇതുപോലെ പോഡിയത്തിൽ മൈക്കിരിപ്പുണ്ടായിരുന്നു. ആ മൈക്കിലൂടെ അച്ഛൻ ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമേ, ഇനി നീ ആ ചെലന്തി വല അടിക്കാൻ വരുമ്പോൾ ആ ചെലന്തിയേയും കൂടെ അങ്ങ് കൊന്നേക്കണേ എന്ന് പറഞ്ഞു. ഇനി നീ ആ മാറാലെ അടിക്കാൻ വരുമ്പോൾ ഈ മാറാല കെട്ടുന്ന ചെലന്തിയേയും കൂടെ അങ്ങ് തീർത്തേക്കണേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചെലന്തി ഇല്ലാതെ ചിലന്തി വരാതെ ചിലന്തി വല ഉണ്ടാകില്ല. എല്ലാ ദിവസവും മാറാലെ അടിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവത്തിന്റെ ജോലി. കഴുകണേ, കഴുകണേ, രക്തത്താൽ കഴുകണേ, എല്ലാ പാപവും തിന്മയും ചെയ്തിട്ട്, എല്ലാ വഴിവിട്ട ജീവിതത്തിലും പോയിട്ട്, കാണിക്കാവുന്ന എല്ലാ തിന്മകളിലും എല്ലാ അനീതിയും കാണിച്ചിട്ട് കഴുകണേ, കഴുകണേ, എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. എന്താണ് ദേശം ദുഃഖിക്കുന്നത്? ഹോശേയയുടെ പ്രവചന പുസ്തകം എടുത്തേ. ദേശം ദുഃഖിക്കുന്നത് എന്താണ്? ആ ഹോശേയയുടെ പ്രവചന പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഹോശേയയുടെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചേ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യമില്ല, ദയയുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഫോഷ്കു പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ബൈബിൾ വായിക്കുമ്പം ശ്രദ്ധിച്ചു വായിക്കണം. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു? എന്താണ് ദേശം ദുഃഖിക്കാനുള്ള കാരണം? ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനം ഇല്ല. ആണയിടുന്നവർ വർദ്ധിക്കുന്നു, പോഷ്ക് പറയുന്നവർ വർദ്ധിക്കുന്നു, കൊല ചെയ്യുന്നവർ വർദ്ധിക്കുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ഇനി അതിനകത്ത്, ആ ഭാഗത്ത് അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിന്റെ 4-ാമത്തെ വാക്ക്. എങ്കിലും ഇവരിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് മോഷ്ടിക്കാം, കൊലപാതകം ചെയ്യാം, വ്യഭിചാരം ചെയ്യാം, സത്യമില്ല, ദൈവപരിജ്ഞാനമില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ബോധിച്ച പോലെ എല്ലാവർക്കും നടക്കാം. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. ഒരു ദൈവദാസന്മാരും ഇനി മിണ്ടിയേക്കരുത്, ഞങ്ങളെ ഉപദേശിക്കാൻ വരരുത്, ആരും ഒന്നും പറഞ്ഞേക്കരുത്, പറഞ്ഞവരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞങ്ങൾ കൊല ചെയ്യും, ഞങ്ങൾ വിചാരം ചെയ്യും, ഞങ്ങൾ പാപം ചെയ്യും, ഞങ്ങൾ സുഖിച്ചു പൊളച്ച് ജീവിക്കും, ഞങ്ങളുടെ എല്ലാ തിന്മകളിലും ഞങ്ങൾ തുടരും. സ്തോത്രം, ഹല്ലേലൂയ. മുമ്പിൽ ചിരിക്കും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം എന്നൊക്കെ പറയും, കൈയൊക്കെ കൊട്ടും. പക്ഷെ പിന്നാപ്പുറങ്ങളിൽ ഞങ്ങളുടെ കളികളൊക്കെ ഞങ്ങൾ തുടരും. ദേശം ദുഃഖിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചവരെല്ലാം കുറ്റം പറയുകയാണ്. ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. Come on, let us return to the Lord. ദൈവത്തിന്റെ അഭിഷിക്തനെ, ഹോശേയയുടെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കണം, പെട്ടെന്ന് വായിക്കണം. വരുവീൻ, യെസ്, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എത്ര അനുഗ്രഹീതമായ ഒരു വാക്കാണത്.
ഇസ്രായേൽ ജനത്തിന്റെ സ്നേഹത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ട ഹോശയ്യ തൻ്റെ പ്രവചന പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്, പുനഃസ്ഥാപനവുമായി. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷെ അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കും. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ ഉത്സാഹിക്കുക. ഈ പരിഹസിക്കാൻ കാണിക്കുന്ന ഉത്സാഹം, ഈ നുണ പറയാൻ കാണിക്കുന്ന ഉത്സാഹം, ഈ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കാണിക്കുന്ന ഉത്സാഹം, വേറൊരുത്തന്റെ തകർച്ചയും പരാജയം കണ്ട് ആഘോഷിക്കാൻ കാണിക്കുന്ന ഈ ഉത്സാഹം ദൈവത്തെ അറിയാനുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ നന്നായനെ. ഹല്ലേലൂയ. യഹോവയെ അറിയാൻ ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. ഇവിടെ ഹോശയ്യയുടെ പ്രവചനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈബിൾ തുറന്നു നോക്കുക, അല്ലെങ്കിൽ ഈ ലൈവ് ചാറ്റിലുള്ള ആരെങ്കിലും വചനം ഇടുന്നെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കുക. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. കം ആൻഡ് ലെറ്റ് us return to the Lord. ആ റിട്ടേൺ ടു ദ ലോർഡ് എന്നുള്ള മേഖലയിലാണ്, ആ ഒരു ഡിസിഷനിലാണ് റെസ്റ്റോറേഷൻ കിടക്കുന്നത്. ആ റിട്ടേൺ ടു ദ ലോർഡിലാണ് പുനർസ്ഥാപനം കിടക്കുന്നത്. ദൈവത്തിലേക്കുള്ള മടങ്ങിവരവിലാണ് റീബിൽഡിംഗ് നടക്കുന്നത്. താങ്ക് യു ലോർഡ് ജീസസ്. ഈ ഒരൊറ്റ ചുവട് നമ്മൾ വെക്കുമ്പോൾ, നിങ്ങൾ ഇനി ബൈബിൾ തുറക്കണം, ശ്രദ്ധിക്കണം. കഴിയുന്നവർ ആ ലൈവ് ചാറ്റിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒന്ന് പേസ്റ്റ് ചെയ്തേക്കണം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഈ ഒരൊറ്റ സ്റ്റെപ്പ്, ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളാണ്, ദൈവമല്ല, നമ്മളാണ്. പറയണം, ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത്, മാനസാന്തരപ്പെടേണ്ടത് ഞാനാ. ദൈവമല്ല മാനസാന്തരപ്പെടേണ്ടത്, ദൈവമല്ല രൂപാന്തരപ്പെടേണ്ടത്, ദൈവത്തിനല്ല മാറ്റം വരേണ്ടത്, എനിക്കാണ് മാറ്റം വരേണ്ടത്, എനിക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്, ഞാനാണ് മടങ്ങി വരേണ്ടത്. ഹല്ലേലൂയ. ഈ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്താൽ സ്വർഗത്തിലെ ദൈവം ഇതാ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ 7 കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യുന്നു? 1, അവൻ സൗഖ്യമാക്കും. ഹോശയ്യയുടെ പ്രവചനം 6-ന്റെ 1-ാം വാക്യത്തിൽ കിടപ്പുണ്ട്, അവൻ സൗഖ്യമാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. 2, അവൻ മുറിവ് കെട്ടും. 2-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. 3, അവൻ നമ്മെ ജീവിപ്പിക്കും. 4, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന മഴയായി നമ്മുടെ അടുക്കൽ വരും. 7, പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. സ്തോത്രം. ഒന്നുകൂടെ പറയാം. 1, അവൻ സൗഖ്യമാക്കും. 2, അവൻ മുറിവ് കെട്ടും. 3, അവൻ ജീവിപ്പിക്കും. 4, അവൻ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ നമ്മെ നനയ്ക്കും. 7, അവൻ പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. ഈ 7 കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്? ഈ 7 കാര്യങ്ങൾ ആരിലാണ് സംഭവിക്കുന്നത്? ഒറ്റ ഒരു തീരുമാനത്തിന്റെ മുമ്പിലാണ്, ഒറ്റ ഒരു ഡിസിഷന്റെ മുമ്പിലാണ് ഈ 7 കാര്യങ്ങൾ നടക്കുന്നത്. ഏതാണ് ആ ഡിസിഷൻ? ദൈവത്തിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരിക. ഹാലയിൽ എൻ്റെ കാതുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ലൈഫ് അതിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെടുക. അതിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ ഇതാ ദൈവം എനിക്ക് വേണ്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഒരു ചുവട് വെക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി 7 ചുവട് വെക്കുന്നു. 7 സ്റ്റെപ്പുകൾ അവൻ എനിക്ക് വേണ്ടി വെക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തമാകപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായി നാം കാണപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു സത്യമെന്ന് പറയുന്നത്, എല്ലായിടത്തും ദൈവത്തിലേക്കുള്ള ആ മടങ്ങി വരവ് നമ്മളെ റിസ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, നാശകരമായ മഹാമാരിയിൽ നിന്നും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടിവിക്കും. 91-ാം സങ്കീർത്തനം. പക്ഷെ ആരെയാണ്? ആ വാക്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ്, അടിച്ചു ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ 91-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പേടിച്ചിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. പണ്ട് പേടി മാറ്റാൻ ഇത് പഠിച്ച് ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷെ 1-ാം വാക്യം ശ്രദ്ധിച്ചേ,
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. രണ്ടാമത്തെ വാക്യത്തിൽ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ നിന്നെ. ആരാണ് ഈ നിന്നെ? യഹോവയിൽ ആശ്രയിക്കുന്നവൻ, യഹോവയിൽ സങ്കേതമാക്കിയിരിക്കുന്നവൻ, അത്യുന്നതന്റെ ചിറകിന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുന്നവൻ. അവനെ നാശകരമായ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഈ നിഴലിൻ കീഴിൽ പാർക്കുക എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ നിഴൽ തട്ടണമെങ്കിൽ, എൻ്റെ നിഴൽ കർത്താവിൻ്റെ ദാസൻ ജിജി മോഹൻ പാസ്റ്റർ അവിടെ മേൽ തട്ടണമെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്ന് നോക്കുകയില്ല. എൻ്റെ നിഴൽ തട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. എൻ്റെ നിഴൽ തട്ടണമെങ്കിൽ ഞാൻ നിൽക്കുന്ന പരിധികളിൽ ആ വ്യക്തി ഉണ്ടാകണം. അത്യുന്നതന്റെ ചിറകിന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുന്നവനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രം ഒരു പുത്തം എടുത്തുകൊണ്ട് വന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നവനെ കുറിച്ച് അല്ലേ എഴുതിയിരിക്കുന്നേ? സ്തോത്രം, പ്രൈസ് ഗോഡ്. പാസ്റ്ററെ കാണിക്കാൻ, വിശ്വാസിയെ കാണിക്കാൻ കൈപൊക്കി ഗ്ലോറി പറയുന്നവനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നേ. എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തോട്, കർത്താവിനോട് ആ ഇൻറ്റിമസി ഉള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ഹൃദയം കൊണ്ട് താല്പര്യപ്പെടുന്ന, തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വ്യക്തിയാണ് വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന്, പിശാച് നിന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഈ സങ്കീർത്തനം വായിക്കുമ്പം ഇത് വായിച്ചത് കൊണ്ട് ഇതിനകത്തൊരു നന്മ ഉണ്ടാകുമെന്ന് ആരും ചിന്തിക്കരുത്. രാത്രിയിൽ ഇത് കൃത്യമായിട്ട് വായിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും ഇല്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എൽഷദായുടെ പേജിൽ, ഫേസ്ബുക്ക് പേജുകളിലൊക്കെ എല്ലാ ദിവസവും വാക്യങ്ങൾ, വചനങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ ദിവസവും പാസ്റ്ററെ ആ വചനങ്ങൾ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. വചനം കാണുമ്പോൾ ഭയങ്കര സന്തോഷം, കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമാണ്, കാണുമ്പോൾ ഉള്ള, കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു കുളിർമ. ഞായറാഴ്ച 2 മണിക്കൂർ പോയി കിട്ടി, ഒരു കുളിർമ. ഇതിനാണോ വചനം? പക്ഷെ മറ്റൊരാൾ പറഞ്ഞു, ദൈവദാസനെ ഓരോ ദിവസവും ഞാൻ ആ കാണുന്ന വേർഡ്, വചനം, എൻ്റെ മോർണിംഗ് പ്രയറിൽ, എൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ എടുത്തു വായിക്കുകയും ആ വചനം എൻ്റെ ഡയറിയിലോട്ട് ഞാൻ എടുത്തെഴുതുകയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ വാ കൊണ്ടത് പറയുകയും അന്നത്തെ ദിവസം മുഴുവൻ ഞാനത് ധ്യാനിക്കുകയും ചെയ്യും. അല്ലാതെ കേൾക്കുമ്പോൾ ഒരു കുളിർമ, അതല്ല ഇത്. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം എന്നെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ, വേട്ടക്കാരന്റെ കണിയിൽ നിന്നും, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കപ്പെടണമെങ്കിൽ ആ നിഴലിനകത്ത് നിൽക്കണം. ആ നിഴലിനകത്ത് നിൽക്കണം. നിഴലിനകത്ത് നിൽക്കണമെങ്കിൽ ദൂരെ പോയി നിന്നാലൊക്കെ അടുത്തു വരണം. അടുത്തു വരണം. അടുത്തു വന്നാൽ അവൻ സൗഖ്യമാക്കും, അവൻ മുറിവ് കെട്ടും, അവൻ ജീവിപ്പിക്കും, അവൻ എഴുന്നേൽപ്പിക്കും, അവൻ്റെ മുൻപാകെ ജീവിക്കും. മഴ പോലെ നമ്മെ നനയ്ക്കും, അവൻ പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ജനമേ, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഉറപ്പായും പറയാം, അങ്ങനെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ആനന്ദം, സന്തോഷം നിങ്ങളിലേക്ക് മടങ്ങി വരും. ഉറപ്പായും വരും. ഞാൻ യോവേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ, ജോയലിൽ, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയല്ലോ. പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ ഞാനിത് എൽഷദായിലെ ലീഡേഴ്സിൻ്റെ, ചില വിശ്വാസികളുടെ കുറച്ച് ഗ്രൂപ്പുകളിൽ ഈ ഒരു വാക്യം, ഈ ഒരു സന്ദേശം ഞാൻ അയച്ചു. ശരിക്കും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഉള്ള ഒരു ദിവസങ്ങളിലേക്ക് സഭ വന്നിരിക്കുന്നു. മനുഷ്യമുഖങ്ങളിൽ നിന്ന് ആനന്ദം മാഞ്ഞു പോകുന്ന, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ആത്മാവ് ഇടപെട്ട വിഷയത്തിലേക്ക് കയറി വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള സത്യം വെളിപ്പെടുത്തിക്കൊണ്ട്
ഈ ഭാഗം ഞാൻ വ്യക്തിപരമായി പ്രഭാതത്തിൽ ഓരോരുത്തർക്കും ആ വചനം അയച്ചു കൊടുത്തു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്കറിയാം, എല്ലാവരും ഒന്നും അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അത്തിവൃക്ഷം വാടി അത് ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ടു മാഞ്ഞല്ലോ. പലരുടെ മുഖത്ത് ചിരിയില്ല, സന്തോഷമില്ല. ആനന്ദം മനുഷ്യനെ വിട്ടു പോയിരിക്കുന്നു. ഇതൊക്കെ ചുമ്മാ ചിരിക്കുക മോനെ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇവർ ഇത് ഓൺലൈനിൽ കേട്ടോണ്ട് ചിരിക്കുക പലരും. കോമഡി ഷോ ആണല്ലോ ഇപ്പോഴത്തെ പല സുവിശേഷ യോഗങ്ങളും. എന്നാൽ ഈ വചനം എന്താണെന്നോ ഇതിന്റെ അർത്ഥം എന്താണെന്നോ ഇങ്ങനെ പറയുന്ന കാര്യം എന്താണെന്നോ ശ്രദ്ധിക്കുകയില്ല. എന്തുകൊണ്ട് ആനന്ദം മനുഷ്യനെ വിട്ടുപോയി? വായിക്കണം ആ അധ്യായം. ഹോശേയയുടെ പ്രവചന പുസ്തകത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നേ ആനന്ദം മനുഷ്യനെ വിട്ടുപോയെന്ന്. 13-ാമത്തെ വാക്യത്തിൽ അതിന്റെ സൊല്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട ആനന്ദം തിരിച്ചു വരാൻ എന്നാ സൊല്യൂഷൻ? വായിച്ചേ. പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ. എൻ്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയാകവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടെടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ. ആനന്ദം നഷ്ടപ്പെട്ട സാഹചര്യത്തിന്റെ നടുവിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയാനോ പരിഹസിക്കുവാനോ ദൈവത്തെ വിധിക്കുവാനോ അല്ല തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അവരൊന്നും അടുത്തൊരു സീസണിൽ രംഗത്ത് കാണുകയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് വിളിക്കപ്പെട്ട ദൈവമക്കൾ രട്ടെടുത്ത് വിലപിക്കുവീൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷകരെ, ഏതെങ്കിലും കർത്തൃദാസന്മാരെന്നെ കാണുന്നുണ്ടോ? എൽഷദായിലെ ശുശ്രൂഷകരെന്നെ കേൾക്കുന്നുണ്ടോ? ശുശ്രൂഷകരെ മുറയിടുവീൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആലയത്തിൽ മാമീൻ മുടങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വന്ന് രട്ടെടുത്ത് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പോരാടുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ 12-ാമത്തെ വാക്യത്തിൽ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിവീൻ. കണ്ടോ, അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, അങ്ങനെ ഉപവസിച്ചാൽ, ആ നിലയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വന്നാൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് എൻ്റെ സന്നിധിയിൽ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കുകയും അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തവനായ ദൈവം പറയുന്നു. 2:18 അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനതയെ ആദരിച്ചു. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ച് തൻ്റെ ജനതയെ ആദരിച്ചു. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. 21-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സന്വത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകയില്ല. 28 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ഹല്ലേലൂയ. നോക്കിയേ, ആനന്ദം നഷ്ടപ്പെട്ടു പോയ
ഒരു സമൂഹത്തെ റിസ്റ്റോർ ചെയ്യുവാൻ, ആനന്ദം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയെ പുനർസ്ഥാപിക്കുവാൻ എന്ത് ചെയ്തു? എന്തായിരുന്നു എന്റെ സൊല്യൂഷൻ? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഈ വചനം? ശുശ്രൂഷകന്മാരെല്ലാം കൂടെ കയറി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ഐക്യമത്യപ്പെട്ടു. എന്റെ സഭ നിന്റെ സഭ ഇല്ലാതെ കയറി, ഞാനും നീയും എന്നില്ലാതെ കയറി ഒരുമനപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള സമയങ്ങളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനുള്ള സമയമല്ല. ഇത് ഒരുമനപ്പെട്ട് കൈകോർക്കാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന പുരോഹിതന്മാർ രട്ടെടുത്ത് വിലപിച്ചു. അവർ ദൈവത്തിന്റെ ആലയം മുടങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അവർ ഉപവസിച്ചു, അവർ നിലവിളിച്ചു. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവസന്നിധിയിൽ വന്നു. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനതയെ ആദരിച്ചു. ആ റിസ്റ്റോറേഷൻ അതിന്റെ ഡെപ്ത് എത്ര വലുതാണെന്നറിയാമോ? ഒന്ന്, ദേശം ഘോഷിച്ചുല്ലസിക്കുന്ന നിലയിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്തു. വാക്യം 21:2-21 വൻകാര്യങ്ങളെ ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നു 24 കളപ്പുരകൾ ധാന്യം കൊണ്ടും ചക്കുകൾ എണ്ണ കൊണ്ടും വീഞ്ഞുകൊണ്ടും നിറഞ്ഞു. ഇതിന്റെ എല്ലാം കാരണം, ഇതിന്റെ എല്ലാം റീസൺ എന്നാണെന്നറിയാമോ? ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കാൻ കയറി, ഒരു കൂട്ടം ജനം ഉപവസിക്കാൻ കയറി. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇതൊരു കഥാപുസ്തകമല്ല, ഇതൊരു ചരിത്ര പുസ്തകം മാത്രമല്ല, ഇതൊരു സ്റ്റോറി അല്ല ഞാൻ ഈ പറയുന്നത്. ഇറ്റ്സ് എ റിയാലിറ്റി. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണിത്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ആ പ്രാർത്ഥന ഫലം കണ്ടു. നഷ്ടപ്പെട്ട സന്മത്സരങ്ങൾ, നഷ്ടപ്പെട്ട ആനന്ദം, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട വീഞ്ഞ്, നഷ്ടപ്പെട്ട എണ്ണ, നഷ്ടപ്പെട്ട ഗോതമ്പ്, നഷ്ടപ്പെട്ടതെല്ലാം റിസ്റ്റോർ ചെയ്തു, പുനഃസ്ഥാപിക്കപ്പെട്ടു. എവിടെയാണ് പുനഃസ്ഥാപനം? ഇന്നത്തെ ഈ സന്ദേശത്തിൽ മുഴുവൻ ആ ഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ നടപടി എന്ന് പറയുന്നത്, come on, let us return to the Lord. Hallelujah, hallelujah, hallelujah. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ തിരുവെഴുത്തുകളിലൂടെ പറയുന്നു, ദേശത്തിന്റെ പ്രതിസന്ധികൾക്ക് അറുതി വരുവാൻ, പൊളിഞ്ഞുപോയ വാതിലുകൾ റെസ്റ്റോർ ചെയ്യപ്പെടുവാൻ, പൊളിഞ്ഞുപോയ മതിലുകൾ റെസ്റ്റോർ ചെയ്യപ്പെടുവാൻ നെഹമ്യാവിനെ പോലെ ദൈവസന്നിധിയിലേക്ക് വരിക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത്. പങ്കുവയ്ക്കുക, ദർശനം പങ്കുവയ്ക്കുക, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക, വേല ചെയ്യുവാൻ ഉത്സാഹം കാണിക്കുക, മതിൽ പണിയാൻ ഉത്സാഹം കാണിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, ദർശനം ഏറ്റെടുക്കുന്ന ഉത്സാഹമുള്ളൊരു കൂട്ടമുണ്ടെങ്കിൽ 5 കൊല്ലം കൊണ്ട് തീരേണ്ട മതിൽ പണിയെ 52 ദിവസം കൊണ്ട് തീർത്ത ദൈവം സകലത്തെയും പുനഃസ്ഥാപിക്കും, സകലത്തെയും റെസ്റ്റോർ ചെയ്യും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനിനെ പോലും ലഭിക്കാതെ വലയും പടകും ശൂന്യമായി തകർന്നു നിന്ന മനുഷ്യനെ, ഹല്ലേലൂയ, ഒരു ശിമോനെ പത്രോസാക്കി തീർത്ത റെസ്റ്റോറേഷൻ. നാഥ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ദൈവത്തിന്റെ വചനത്തോട് കാണിക്കുന്ന, അവന്റെ വാക്കിനോട് കാണിക്കുന്ന obedience, അനുസരണം, സബ്മിഷൻ റെസ്റ്റോർ ചെയ്യപ്പെടും. കർത്താവിലേക്ക് മടങ്ങി വന്നാൽ, അവന്റെ സന്നിധിയിൽ വന്നാൽ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒരു കൂട്ടം ഇടിവിൽ നിന്ന് ജാഗരിക്കുവാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇനിയെങ്കിലും, ഹല്ലേലൂയ, അവിടെ ആ യോവേലിന്റെ പ്രവചനപുസ്തകത്തിൽ അങ്ങനെ ഇനിയെങ്കിലും, ഇനിയും പഠിക്കാത്തവരുണ്ട്, ഇനിയും മനസ്സിലാക്കാത്തവരുണ്ട്, ഇപ്പോഴും ഇതിനെയൊക്കെ തമാശയായി കാണുന്നവരുണ്ട്. ഇനിയെങ്കിലും വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങിയാൽ, ഞാൻ ഉറപ്പായി പറയുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ദയയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാകരുണയുള്ളവനാണ്. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനാണ്. യഹോവയുടെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ അവൻ നിങ്ങളെ സൗഖ്യം ആക്കും, അവൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടും, അവൻ നിങ്ങളെ ജീവിപ്പിക്കും,
അവൻ എഴുന്നേൽപ്പിക്കും. അവൻ്റെ മുൻപാകെ ജീവിക്കും. അവൻ മഴ പോലെ നമ്മെ നനയ്ക്കും. അവൻ പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. അതെ, യഹോവയെ കണ്ടെത്താവുന്ന നാളിൽ അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളമായി